മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സമാധാനം നമ്മോടുകൂടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ജീവിത ബന്ധങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാരകമായ അസുഖം വരുമ്പോൾ പതറിപ്പോകാത്തവരായിട്ട് ആരുമില്ല. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലായിരിക്കാം. എങ്കിലും പ്രതീക്ഷയോടെ നാം കർത്താവിൽ വിശ്വാസം അർപ്പിക്കണം. നമ്മുടെ ഹൃദയ വേദനകളും എല്ലാ കഷ്ടപ്പാടുകളിലും നാം അഭിമാനിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. ദൈവം ദാനമായി നൽകിയ തൻ്റെ മകന് ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ചപ്പോഴും ആ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് ആത്മധൈര്യത്വം സംഭരിച്ച് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ഖത്തറിൽ നിന്നുള്ള ഒരു കുടുംബത്തെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കും അവരോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. Every person is a gift of God. Every person is a gift of God. I am a gift. You are a gift. Every person is a gift of God. Praise the Lord. എന്നെ ശാത്തനാക്കനവളൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ജീസസ് ആരാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറയാം. സൺ ഓഫ് ഗോഡ് ആൻഡ് സേവിയർ ഓഫ് ദ വേൾഡ്. പേര് ഞാൻ പറയാം. ഇതെൻ്റെ അമ്മ വിൽസി. പിന്നെ എനിക്കൊരു കുഞ്ഞു സിസ്റ്ററുണ്ട്, നെയിം മറിയാമ്മ. പിന്നെ എനിക്കൊരു ചാച്ചിയുണ്ട്, നെയിം ലിൻഡോ. പിന്നെ നിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. എൻ്റെ പേര് ക്രിസ്റ്റഫർ തോമസ് അരിക്കൽ. പിന്നെ എല്ലാവരും എന്നെ വിളിക്കട്ടെ ടോമി. നമുക്ക് ഈശപ്പ നമുക്ക് തന്ന എല്ലാ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് എല്ലാവരോടും കൂടെ പറയാം അല്ലേ? ടോമിക്ക് അറിയോ അമ്മയുടെ ഫേവറേറ്റ് വേർഡ് ഓഫ് ഗോഡ് ഏതാന്ന്? 2 കൊരിന്തോസ് 12:9 ഇങ്ങനെ പറയുന്നു: നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള വചനാണെന്ന്. ഇതാരും നീതുവോ? വാ ഇരിക്കേ. എന്നാണ്ട് വിശേഷം? അമ്മയും മോനും കൂടെ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക? തൊമ്മിക്കുട്ടൻ ഞാനും കൂടെ കൂടട്ടെ നിങ്ങളുടെ കൂടെ? തൊമ്മിക്കുട്ടൻ എന്താ ഈ ട്യൂബൊക്കെ ഇട്ടിരിക്കുന്നേ? ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാ. അമ്മ എല്ലാം ഫുള്ള് പറയും എന്തിനാ ട്രീറ്റ്മെന്റ് ഉള്ളത്. ബ്രേക്ക് എടുത്തോട്ടെ. നിനക്ക് ബ്രേക്ക് എടുക്കാട്ടോ. 2 വർഷമായിട്ട് തൊമ്മിക്ക് റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന് മെയിൻ്റനൻസ് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുക. അത് അവൻ വായക്കോടെയുള്ള മെഡിസിൻ എടുക്കില്ല, അതുകൊണ്ട് അത് ട്യൂബിൽ കൊടുക്കാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്നത്. നീതു, തൊമ്മിക്കുട്ടൻ എന്ത് പറ്റിയതാ? 3.5 വയസ്സുള്ളപ്പോൾ നീതു അവനൊരു പല്ലുവേദനയിൽ തുടങ്ങിയതാണ്. പിന്നെ അത് ക്യാൻസറായിട്ട് ഡയഗ്നോസ് ചെയ്തു. ഈശോയിലുള്ള എൻ്റെ അനുഭവ സാക്ഷ്യമാണത്. 1 പത്രോസ് 4 ഇങ്ങനെ പറയുന്നുണ്ട്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചതുപോലെ ഭയപ്പെടരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. 2019 തൊട്ട് ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ തമ്പുരാൻ ഞങ്ങളെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഈശോടൊപ്പമുള്ള വിശ്വാസ ജീവിത സാക്ഷ്യം എല്ലാവരോടുമായിട്ടൊന്ന് പറയാമോ? തീർച്ചയായും നീതു. ഈശോയിലുള്ള എൻ്റെ ജീവിത സാക്ഷ്യവും അതുപോലെ ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയ തീച്ചൂള അനുഭവങ്ങളും
അതിൽ നിന്ന് എനിക്ക് ലഭിച്ച വിശ്വാസ തീഷ്ണതയും എല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. തൊമ്മിക്കുട്ടൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ എനിക്കും അതുപോലെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അന്നമോൾ ഉണ്ടായതിന് ശേഷമാണോ തൊമ്മിക്ക് ഈ അസുഖം തുടങ്ങിയത്? ഞാൻ അന്നമോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവളുടെ ഫസ്റ്റ് സ്കാനിൽ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന് തല ചെറുതാണ്, അതുപോലെ എന്തെങ്കിലും ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞായിരിക്കും ഉണ്ടാകുക എന്ന്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ നഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി കരഞ്ഞു പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, വിൽസി നിൻ്റെ വിശ്വാസം പോവുകയാണെന്ന്. ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞു, നീ പേടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ദൈവം തന്ന കുഞ്ഞാണ്, അതിനൊന്നും വരികയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ വളർത്തും. അപ്പോൾ ആ ഒരു വിശ്വാസവും ആ ഒരു വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ബലമായി നീതു. അങ്ങനെ ഞങ്ങളുടെ കുടുംബക്കാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 2 വീട്ടുകാരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി നീതു. ചേച്ചി, സാധാരണ കുട്ടികൾക്ക് അസുഖം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഈ വിഷമഘട്ടത്തിൽ ചേച്ചി ഇതെല്ലാം എങ്ങനെ ധൈര്യത്തോടെ ഫേസ് ചെയ്തത്? പല്ലുവേദന ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് പെയിൻ കില്ലറിൻ്റെ ഓരോ ബോട്ടിൽസ്, പാരസെറ്റാമോളും ഇബുപ്രൂഫിൻ്റെ ഓരോ ബോട്ടിൽസും ഇങ്ങനെ എംറ്റി ആയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവൻ്റെ പെയിൻ മാത്രം കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര സങ്കടത്തോടുകൂടെ നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ഇൻ്റർസെഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുമായിരുന്നു, പ്രെയർ റിക്വസ്റ്റ് ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു ചേച്ചി എന്നോട് പറയുന്നത്, വിൽസി ഇങ്ങനെ പല്ലുവേദന കൊച്ചിന് വെച്ചുകൊണ്ടിരിക്കരുത്, നീ പോയി ഒരു സ്കാൻ ചെയ്യും പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചിനെയും കൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തു. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ബിനൈൻ ട്യൂമറാണെന്നാണ് നീതു പറഞ്ഞത്. ചേച്ചി അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോ, അതോ അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്തോ? തീർച്ചയായും ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോന്നു. സമയം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഖത്തറിൽ തന്നെ സ്റ്റേ ചെയ്തു. അവിടെ പോയി അവർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു. അതിനുശേഷം നീഡിൽ ബയോപ്സി വേണമെന്ന് പറഞ്ഞു. നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി അവരെടുത്തു. ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ അവർക്ക് ഡൗട്ട് പറഞ്ഞായിരുന്നു അത് ക്യാൻസറസ് ട്യൂമർ ആണ് എന്നുള്ളത്. ഞങ്ങൾ പിന്നെ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നീതു അറിയുന്നത് അത് റാബ്ഡോമയോസാർക്കോമ സ്റ്റേജ് 2 കുട്ടികളിൽ തന്നെ കണ്ടുവരുന്ന ക്യാൻസർ ആണെന്നാണ് ഡയഗ്നോസ് ചെയ്തത്. നീതു, അമ്മ എനിക്ക് അസുഖമാവുമ്പോൾ അമ്മ കരഞ്ഞോ? തീർച്ചയായും എൻ്റെ കുഞ്ഞിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ ഈശപ്പോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശപ്പ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതെന്ന്. ചേച്ചി, ഇതെല്ലാം പറയാൻ നമുക്ക് എളുപ്പമാണ്, അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ചേച്ചിക്ക് ഇതെല്ലാം എങ്ങനെ താങ്ങാൻ പറ്റി? നീതു, എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക, അതിൽ ഈശോ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സേ ഉള്ളപ്പോൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അപ്പനോട് ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എനിക്കിതിനൊരു ആൻസർ തന്നേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞ് കരഞ്ഞ്, അപ്പോൾ നീ ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു. നീതു, എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പിന്നെ തുടർന്ന് ഞാൻ ആ ബൈബിൾ വാചകം വായിക്കുമ്പോൾ ആ 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിയുന്നതും തീച്ചൂളയുടെ മധ്യത്തിലേക്ക് ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് ആ തീജ്വാലയെ അവരെ തൊടാതെ ആട്ടി മാറ്റുന്നതും ആ തീച്ചൂളയുടെ നടുക്ക് ജലഗണങ്ങൾ നിറഞ്ഞൊരു കാറ്റ് വീശുന്ന ഒരു അനുഭവത്തിലൂടെ അവരെ സംരക്ഷിച്ചത്, ഒരു തീ പോലും ഏൽക്കാതെ അവരെ സംരക്ഷിക്കുന്ന ആ വചനഭാഗമാണ് എനിക്ക് കിട്ടിയത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതെ തമ്പുരാൻ, എനിക്ക് ഇതേമാതിരിയുള്ള തീച്ചൂള അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, എന്നാലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, തമ്പുരാൻ ദൂതനായിട്ട് വന്ന് എന്നെ സംരക്ഷിച്ചു കൊള്ളുന്നുള്ളൊരു ഭയങ്കര ബോധ്യം എനിക്ക് കിട്ടി. ജോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം. ദുർബലരായ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, തമ്പുരാൻ എന്ത് വരുത്തിയാലും ഈശോയെ അത് നിൻ്റെ ഹിതം പോലെ ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഹസ്ബൻഡും ഞാനും കൂടെ ഫോണിലൂടെ കൊച്ചിനെ തിരുരക്തത്തിൻ്റെ ഈശോയെ കുഞ്ഞിൻ്റെ ഓരോ കോശങ്ങളെ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. നീതു, ചേച്ചി നഴ്സസ് മിനിസ്ട്രിയിൽ ഭാരവാഹിയായി പ്രവർത്തിച്ച ഒരാളായിരുന്നല്ലോ. ഈ സമയത്ത് മിനിസ്ട്രിയിലെ സഹോദരങ്ങളുടെ സാമീപ്യം കരുത്തേകിയിരുന്നോ?
കുടുംബമായിട്ട് തകർന്നു പോകേണ്ട ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങളന്ന് കടന്നു പോയത്. എന്നാൽ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം മറ്റ് സപ്പോർട്ട് എല്ലാം എനിക്ക് നൽകുകയും തന്നായിരുന്നു. അതുകൂടാതെ എനിക്ക് ഒത്തിരി എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, തൊമ്മിക്ക് വേണ്ടി 41 ദിവസം നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാവരും, മീൻസ് ഞങ്ങളെ കുടുംബമായിട്ട് അറിയാത്തവർ പോലും ഒരു ദിവസത്തെ ഉപവാസം, അത് ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് പരിഹാര പ്രാർത്ഥന പോലെ അവന് വേണ്ടി 41 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു. അതിൻ്റെ കൂടെ അവന് റേഡിയേഷനും കീമോവും സ്റ്റാർട്ട് ചെയ്തപ്പോഴെല്ലാം ഞാൻ മെസ്സേജ് ഇടുമ്പോഴെല്ലാം കരുണക്കൊന്ത, അതുപോലെ ദിവ്യബലിയിൽ ചേർന്ന് പങ്കെടുത്ത് എല്ലാം അവന് വേണ്ടി സമർപ്പിച്ചു. ശരിക്കും ആ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി, അത് ഇപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവൻ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് നീതു. ചേച്ചി, തൊമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് നാട്ടിലാണോ തുടങ്ങിയത്? തൊമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ നാട്ടിൽ തുടങ്ങിയില്ല നീതു, കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ ഖത്തറിലോട്ട് കൊണ്ടുവന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞങ്ങൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഖത്തറിൽ തുടരാമെന്ന് തീരുമാനിച്ചു. ചേച്ചി, ഹന്നമോൾ ഉണ്ടായത് എപ്പോഴാണ്? തൊമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനുവരി 28-ാം തീയതി ഹന്നമോൾ ഉണ്ടായി. ഭയപ്പെട്ടതുപോലെ വേറെ ഒരു പ്രോബ്ലം കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല. ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ചേച്ചി, ഇവിടെ വന്നതിന് ശേഷമുള്ള തൊമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എങ്ങനെയായിരുന്നു? തൊമ്മിക്ക് 6 മന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം പറഞ്ഞിരുന്നത്. നമ്മൾ 6 മന്ത് ട്രീറ്റ്മെൻറ്റ് മതി, അതുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് റിസൾട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും സങ്കടമായി. പക്ഷേ എന്നെ ഒരു താങ്ങി നിർത്തുന്ന ഒരു വചനം ഉണ്ടായിരുന്നു ദൈവം തമ്പുരാൻ എനിക്ക് തന്നത്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കാനും വേണ്ടിയുള്ളതാണ്. ഞാൻ ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് എന്നെ മുന്നോട്ട് ഈ അടുത്ത സ്റ്റെപ്പായ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. നീതു, തൊമ്മിക്കുട്ട ഫസ്റ്റ് ടൈം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തൊമ്മിക്കുട്ടൻ കരഞ്ഞോ? അടിച്ചു പൊളിച്ച് കരഞ്ഞു അല്ലേ? ചേച്ചി, തൊമ്മിക്കുട്ടൻ ഈ ഹൈ ഡോസ് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ എടുത്തപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നോ? തൊമ്മിക്ക് റേഡിയേഷൻ്റെ ഫലമായിട്ട് വായിലെല്ലാം അൾസർ വന്നു, തൊണ്ടയിൽ അൾസർ വന്നു, പിന്നെ ഇവിടെ എല്ലാം ബേണായി, പിന്നെ ഫുഡൊന്നും വായക്കൂടെ കഴിക്കാൻ പറ്റാതെയായി. പിന്നെ കണ്ടിന്യൂസ് കീമോ ആയതുകൊണ്ട് എപ്പോഴും ന്യൂട്രോപീനിയയിൽ പോവുമായിരുന്നു. പിന്നെ അവന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അവർ ഒത്തിരി ക്ഷീണമായതുകൊണ്ട് അവർ പാരൻ്റൽ ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ വായിലുള്ള ബേൺസ് എല്ലാം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ NGT സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം NGT കൂടെയാണ് തൊമ്മിക്ക് ഫുഡും മെഡിസിനും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. വായക്കൂടെ ഒന്നും അവന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേമാതിരി സൗണ്ടിനായാലും കുറച്ച് പ്രോബ്ലം അപ്പോൾ ഉണ്ടായിരുന്നു റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. ചേച്ചിക്ക് ആ സമയത്ത് കോവിഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ, അതോ ചേച്ചി ലീവ് എടുത്ത് വീട്ടിലിരുന്നോ? ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കോവിഡ് പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്ന ഏരിയയാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡ്യൂട്ടി മാറ്റി ചോദിക്കാനൊന്നും അപ്പോൾ തോന്നിയില്ല. എൻ്റെ തമ്പുരാൻ എന്നെ കാത്തുകൊള്ളും, എനിക്ക് കോവിഡ് വരില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. ഈശോയുടെ തിരത്തിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും വരില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറുകയാണ് ചെയ്തത്. നീതു, ചേച്ചി, ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയ ഈ ട്രീറ്റ്മെൻറ്റ് കാലഘട്ടത്തിൽ എന്തെങ്കിലും ഭയപ്പെട്ടു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജൂലൈ മാസം ആദ്യം തൊമ്മിക്ക് പനി വന്നു. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ന്യൂട്രോപീനിയ വരാറുണ്ടാവുമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, പനി വന്നപ്പോൾ ന്യൂട്രോപീനിയ അതിൻ്റെ ഒരാഴ്ച കണ്ടിന്യൂസ് കീമോ കഴിഞ്ഞേ ഉള്ളുമായിരുന്നു അവന്. അപ്പോൾ ആ പനി വന്നപ്പോൾ ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അവർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അവന് ഫെബ്രുവരിയിൽ ന്യൂട്രോപീനിയ ആയിരുന്നു. ന്യൂട്രോഫിൽസ് 0 ആണ്. അതിൻ്റെ കൂടെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് 30+ ഉള്ളൂ. പിന്നെ ബ്ലഡ് HB അവന് 6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിന് മുമ്പ് അതേമാതിരി തന്നെ ഒരു CT സ്കാൻ ചെയ്തിരുന്നു. അതിൽ റൈറ്റ് ലങ് കൊളാപ്സ് പ്ലസ് അറ്റലറ്റാസിസ് ഡയഗ്നോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യണം, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊടുക്കണമെന്ന്. അപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ റുട്ടീനായിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡും കുഞ്ഞും കോവിഡ് ടെസ്റ്റിന് കൊടുത്ത് വെയിറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കോവിഡ് റിസൾട്ട് വന്നു. ഒരു മിഡ് നൈറ്റ് ആയപ്പോഴാണ് എനിക്ക് മെസ്സേജ് വരുന്നത് കോവിഡ്, കുഞ്ഞും ഹസ്ബൻഡും കോവിഡ് പോസിറ്റീവാണ്. ഇത് ശരിക്കും ഞാനൊന്ന് ഫ്രീസായി പോയി എന്നുള്ളതാണ്. കാരണം എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ കോവിഡ് ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അറിയാം പേഷ്യൻസ് വരുന്നു, അവർക്ക് അത് നോർമൽ ഇമ്മ്യൂണിറ്റി ഉള്ള കേസിൽ
പേഷ്യൻസ് വരുന്നു, അവർക്ക് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർ പിന്നെയും സിക്കായി, റെസ്പിറേറ്ററി റേറ്റ് കൂടുകയാണ്, ഹാർട്ട് റേറ്റ് കൂടി, പിന്നെയും ബൈപ്പാപ്പിൽ ടോളറേറ്റ് ചെയ്യാണ്ടാകുമ്പോൾ അവർ ഇൻറ്റുബേറ്റ് ചെയ്യുന്നു. പിന്നെ ചില കേസുകളിൽ അത് അറസ്റ്റായി മരണം വരെ സംഭവിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഭയന്നു പോയി നീതു. ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ കോവിഡ് വന്നിട്ട്. 0 ഇമ്മ്യൂണിറ്റി ഉള്ള എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ഓർത്ത് ശരിക്കും ഭയപ്പെട്ടു പോയി നീതു ഞാൻ. അമ്മ ഇല്ല, എനിക്ക് കൊറോണ ഉള്ളപ്പോ അമ്മ ഇല്ല പ്രാർത്ഥിച്ചോ? പിന്നെ അല്ലാണ്ട് എൻ്റെ മുത്തിന് കൊറോണയാന്ന് പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചു പോയി. അമ്മ ഈശപ്പോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശപ്പ ഒന്നും വരുത്തരുതെന്ന്. നീതു, ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ അവന് കോവിഡ് പോസിറ്റീവാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബൈബിൾ എടുത്ത് വായിച്ചു. എനിക്ക് അപ്പൻ ബൈബിളിലൂടെ എന്നോട് സംസാരിച്ചത് ജെറമിയ 39-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ഈ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. എൻ്റെ തമ്പുരാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വാളിനിരയാവുകയില്ല. യുദ്ധസമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. തൊമ്മിയുടെ ജീവൻ എന്തായാലും ഒന്നും വരത്തില്ല എന്ന് തമ്പുരാൻ എനിക്ക് വചനത്തിലൂടെ ഉറപ്പ് തന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കോവിഡ് ടെസ്റ്റിന് കൊണ്ടുപോയി. അപ്പോഴാണ് അറിയുന്നത് ഞാനും പോസിറ്റീവാണ്, എൻ്റെ പപ്പയും പോസിറ്റീവാണ്. അന്ന് മമ്മിയും എൻ്റെ കൂടെയുള്ള എൻ്റെ ഹെൽപ്പർ അക്കയുണ്ട്, അക്കയും കുഞ്ഞുമോളും നെഗറ്റീവാണ്. അവർ 3 നെഗറ്റീവും ഞങ്ങൾ 4 പോസിറ്റീവായിരുന്നു. അപ്പോൾ ഞാനും പപ്പയും ക്വാറൻറ്റൈൻ ഏരിയയിലോട്ട് മാറി. പിന്നെ തൊമ്മിയും ഹസ്ബൻഡും ഓൾറെഡി ഹോസ്പിറ്റലിലാണ്. അവന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു, ആൻറ്റിബയോട്ടിക് കൊടുത്തു. അതിനുശേഷം ന്യൂട്രോഫിൽസ് ഇൻക്രീസ് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മെഡിസിനും കൊടുത്തു. അപ്പോൾ അവന് എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. അവന് പിന്നെ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 4 ദിവസം അവർ ഒബ്സർവേഷന് വെച്ചതിന് ശേഷം അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി ക്വാറൻറ്റൈൻ ഏരിയയിലോട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ കോവിഡ് ഹോസ്പിറ്റലിൽ നിന്ന് ക്വാറൻറ്റൈൻ ഞങ്ങളുടെ ഏരിയയിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ക്വാറൻറ്റൈൻ ഏരിയയിൽ നല്ല സന്തോഷം, അവന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കീമോ ഇല്ല, ഒന്നുമില്ല, സമാധാനം സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിച്ച് അവനങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് പനി തുടങ്ങി. ടെമ്പറേച്ചർ 38 ആയി, റെസ്പിറേറ്ററി റേറ്റ് 40 ആയി, പിന്നെ ഹാർട്ട് റേറ്റ് 120. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇനി ഞാൻ ചിന്തിച്ചു കൊച്ചിന് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിലോട്ട് പോകും. കാരണം ഇനി അവന് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാനില്ല. ഓൾറെഡി ആൻറ്റിബയോട്ടിക്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ഓക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ആംബുലൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നീതു. ചേച്ചി, ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക്? തീർച്ചയായും. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോയുടെ തിരുരക്തം കൊണ്ട് അവന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. 91-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചു. തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് ഇട്ടു. വൈദികരുടെ പ്രാർത്ഥനാ സഹായം തേടി. എല്ലാം ആ ഒരു നിമിഷത്തിലുള്ള ഞാൻ തേടി. കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പറയാം, അവിടെ 2 ലെമൺ ഇരിപ്പുണ്ട്, നീ അത് പിഴിഞ്ഞ് കൊച്ചിന് കൊടുക്കാനായിട്ട്. ഞാനിങ്ങനെ ഓർത്ത്, ഇതുവരെ കൊച്ചു കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ, കൊച്ചിന് ഒരു റോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന്. ഈ ലെമൺ കൊച്ചിന് കൊടുത്താൽ എന്താവും, അങ്ങനെ ഒരു പേടി. പക്ഷേ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രേരണ വരികയാണ്. ഞാൻ ഒന്നും തോന്നിയില്ല. 2 നാരങ്ങയും പിഴിഞ്ഞ് ഇടവകയിൽ അച്ഛൻ തന്ന വെഞ്ചരിച്ച വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുത്തു. അപ്പോൾ ഒരു 45 മിനിറ്റ്സോളം എടുത്തു അവർ കോവിഡ് ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. അത്ഭുതകരം എന്ന് പറയട്ടെ, അവിടെ ചെന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ കൊച്ചിന് പനിയില്ല, അവൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞു, ഹാർട്ട് റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിനോട് ചോദിക്കും, എന്തിനാണ് കൊച്ചിനെ കൊണ്ടുവന്നത്, കൊച്ചിന് പനിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എന്താ ചെക്ക് ചെയ്ത്? പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കൊച്ചിന് പനി ഉണ്ടായിരുന്നു. കാരണം ഞാൻ മാത്രമല്ല, താഴെ സിസ്റ്ററും ചെക്ക് ചെയ്തതാണ്. എനിക്കപ്പോൾ തോന്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ ആ കൊടുത്ത ലെമൺ ജ്യൂസ് വെഞ്ചരിച്ച വെള്ളത്തിൻ്റെ ശക്തിയും കൂടെയാണ്. അത് കഴിഞ്ഞു വീണ്ടും അവർ ബ്ലഡ് കൾച്ചർ എല്ലാം എടുത്തു. കൊച്ചിനെ 4 ദിവസം കൂടെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ ലെമൺ ജ്യൂസ് കൊടുത്തുകൊണ്ടിരുന്നു തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അവർ എക്സ്റേ റിപ്പീറ്റ് ചെയ്തു. അതിലൊന്നും ബ്ലഡ് ടെസ്റ്റിൽ ഒരു അബ്നോർമാലിറ്റി ഇല്ല. കൊച്ചു നല്ലോണം ഇമ്പ്രൂവ് ആയി. തിരിച്ച് അവർ ക്വാറൻറ്റൈൻ ഫെസിലിറ്റിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തതിന്.
ചേച്ചി കോവിഡ് കഴിഞ്ഞതിന് ശേഷം തൊമ്മിക്ക് പിന്നെ എപ്പോഴാണ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്? 14 ഡേയ്സ് കഴിഞ്ഞ് അവന് സ്വാബ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റിൽ അവൻ പോസിറ്റീവാണ്. അങ്ങനെ 7 ഡേയ്സും കൂടെ ഞങ്ങൾ 21 ഡേയ്സ് ടോട്ടൽ ക്വാറൻറ്റൈനിലിരുന്നു. അതിൽ 21st ഡേയിൽ അവർ റിപ്പീറ്റ് സ്വാബ് എടുത്തപ്പോൾ ദൈവകൃപയാൽ ആ സ്വാബ് നെഗറ്റീവായിരുന്നു നീതു. പിറ്റേ ദിവസം 22nd തന്നെ അവന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അത് തന്നെയല്ല ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഒരു 0 ഇമ്മ്യൂണിറ്റിയിലായിരുന്ന എൻ്റെ കൊച്ചിന് ഒരു ഓക്സിജൻ പോലും സ്റ്റാർട്ട് ചെയ്യാതെ എൻ്റെ തമ്പുരാൻ പരിപാലിച്ചു. ആ സമയത്ത് തൊമ്മിയുടെ രക്തമായിരുന്നില്ല അവൻ്റെ സിരകളിലൂടെ ഓടിയിരുന്നത്. ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് ഈശോയുടെ രക്തമാണ്. കാരണം ഈശോയുടെ തിരുരക്തം കൊണ്ട് അവരുടെ എല്ലായ്പ്പോഴും ഓരോ കോശത്തെയും മുദ്രയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ് ഞങ്ങൾ. ഈശോയുടെ രക്തത്തിൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് കോവിഡിൽ നിന്ന് എൻ്റെ കുഞ്ഞ് സ്വതന്ത്രമായിട്ട് നെഗറ്റീവായിട്ട് വന്നതിന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയല്ല ജൂലൈ എന്നുള്ളത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മാസമായിട്ട് നമ്മൾ തിരുസഭയിൽ ആഘോഷിക്കുന്നത് കൂടിയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നീതു അത് അവൻ്റെ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നും. ചേച്ചിയുടെ പ്രഗ്നൻസി കാലഘട്ടത്തിലും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്തും ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എപ്പോഴാണ് ഹസ്ബൻഡിന് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നത്? തീർച്ചയായും ഹസ്ബൻഡിന് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്രയും ക്രൈസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാം ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ശരിക്കും എനിക്ക് അടുത്തൊരു ഷോക്ക് വരണ പോലെയായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കുഞ്ഞിനെ കീമോതെറാപ്പിക്ക് കൊണ്ടുപോകണം. ഞാൻ രണ്ടാമത്തെ മോൾ 8 മാസമായിട്ടുള്ളൂ, ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. പപ്പയുണ്ട്, മമ്മിയുണ്ട്. ദൈവം ഞാനിതെങ്ങനെ എല്ലാം 12 hours ഡ്യൂട്ടിയാണ്. ഞാൻ എങ്ങനെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും ഒറ്റയ്ക്ക്, ഹസ്ബൻഡ് ഇല്ലാതെ? അപ്പോൾ ഞാൻ വീണ്ടും അപ്പനോട് കരഞ്ഞ്, അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ബൈബിൾ എടുത്തു. ഇത് എനിക്ക് തമ്പുരാൻ തന്ന വചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4-ാം അധ്യായം ഫുള്ള് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബോധ്യമായി. ഓക്കെ, എൻ്റെ അപ്പൻ എന്നെ ശക്തിപ്പെടുത്തി കൂടെ നടത്തിക്കോളും, ഒന്നും ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം കിട്ടിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, അച്ഛ പൊക്കോ, ഞാൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ശക്തിപ്പെടുത്തി നടത്തിക്കോളാമെന്ന്. ആ ഒരു ബലത്തിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെയും മമ്മിയുടെയും വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഞാൻ മോളെയും കൊടുത്തു വിട്ടു. അപ്പോൾ ഇപ്പോൾ ഞാനും തൊമ്മിയും പിന്നെ എൻ്റെ ഒരു ഹെൽപ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഹെൽപ്പർ ചേച്ചിയാണ് ഇപ്പോൾ ഉള്ളത്. 1 വർഷത്തോളം ഞങ്ങൾ തന്നെയാണ് ഉള്ളത് ഇവിടെ. ഇതുവരെ ഒരു കുറവുമില്ലാതെ ഈശപ്പൻ ഞങ്ങളെ നടത്തുകയാണ്. ചേച്ചി, ഇതൊക്കെ ഒരു സാധാരണക്കാരനെ താങ്ങാൻ പറ്റില്ല. കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. ചേച്ചിക്ക് ഇതെല്ലാം എങ്ങനെ കരുത്തോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു? തീർച്ചയായും നീതു, ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും വലിയൊരു ശക്തിയാണ് ഇന്നും ജീവിക്കുന്ന സ്വർഗത്തിലുള്ള അപ്പൻ്റെ കൈ പിടിച്ച് വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് തിരുരക്തത്തിൻ്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു. നീതു, തൊമ്മിക്കുട്ട, ഈ ക്രോസ് ആരാ തൊമ്മിക്കുട്ടന് തന്നത്? സിനിയാൻറ്റി ഈ ക്രോസ് തിരിച്ചു ചോദിച്ചോ തൊമ്മിക്കുട്ടനോട്? ചോദിച്ചു. പക്ഷെ ഞാൻ ഓടിപ്പോയി ചോദിച്ചു, ഈശോ നീ എവിടെയും പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈശോ ഇപ്പം എങ്ങും പോകണ്ടെന്ന് പറഞ്ഞു അല്ലേ? അവൻ്റെ ഫസ്റ്റ് കീമോക്ക് സിനിയാൻറ്റി കൊടുത്തതായത്. അതെ അല്ലേ? തൊമ്മിക്കുട്ടൻ എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? Be always strong and then be always happy and then pray always and then be so strong. ഇനി ഏത് വചനമല്ലേ തുമ്മിക്ക് പറയാനുള്ളത്? എൻ്റെ വചനം അന്നി പോലെയും പുറത്തിറക്കണം, കൂടും പോലെയല്ലേ, കർത്താവ് ചോദിക്കണു. ആമേൻ, ഹല്ലേലൂയ. ചേച്ചി, എല്ലാവരോടുമായിട്ട് ചേച്ചിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ക്യാൻസർ എന്നത് ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഈശോ കയറിയ തോണിയിലാണ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളാകുന്ന ചെറിയ ചെറിയ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത തോണിയുടെ അമരത്ത് ഉറങ്ങുന്ന ഈശോയെ ഒന്ന് വിളിച്ച് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിവുള്ളവനാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ കൈയും പിടിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. ഈശോ നമ്മളെല്ലാവരെയും കാക്കും. അതേ സഹോദരങ്ങളെ,
എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതൊരു ഉറപ്പാണ്. പലപ്പോഴും ഈ വാഗ്ദാനം നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ കുടുംബം ഈശോയുള്ള ഈ വാഗ്ദാനം വിശ്വസിച്ച് സ്വർഗത്തിലെ അപ്പൻ്റെ കൈപിടിച്ച് ജീവിതമാകുന്ന സാഗരത്തിലെ കൊടുങ്കാറ്റിൽ തൻ്റെ കുടുംബത്തോണിയുടെ അമരത്ത് ഈശോ ഇരിപ്പുണ്ടെന്നും അവിടുന്ന് എഴുന്നേറ്റ് അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെയുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു. തൊമ്മി ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. നമ്മൾ ഈശോയിലുള്ള വിശ്വാസ ജീവിത സാക്ഷ്യം എല്ലാവരുമായി പങ്കുവച്ചപ്പോൾ അത് അനേകർക്ക് നവജീവനും പ്രത്യാശയും പകരട്ടെ എന്നും തുടർന്നും ഈ കുടുംബത്തോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഉണ്ടാകണമെന്നും അപേക്ഷിച്ചുകൊള്ളുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എപ്പോഴും നമ്മോടൊപ്പമുള്ള കർത്താവ് അത്ഭുതകരമായി വഴി നടത്തിയ ഈ ജീവിത സാക്ഷ്യം അനേകം കുടുംബങ്ങൾക്ക് പ്രത്യാശയുടെ നറുവെളിച്ചമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തിക്കൊണ്ട് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും നൽകിക്കൊണ്ടും ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.